Are you struggling with repeat sentence? And repeat sentence etra practice ചെയ്തിട്ടും കിട്ടുന്നില്ലേ? This video is for you. Before we get into the video, if you have not subscribed to the channel, kindly subscribe. And if you need any online coaching, you can just contact us. So let's begin the topic. Hello everyone, this is Vijitsi from Gemceptor. I'm just gonna do speaking question repeat sentence. Why repeat sentences ചോദിച്ചാൽ ഈയിടെയായിട്ട് lot of inquiries are coming. Like repeat sentence കിട്ടുന്നില്ല, എത്ര repeat sentence ചെയ്താലും അത് ഓർത്ത് വെച്ചിട്ട് പറയാൻ പറ്റുന്നില്ല, കുറച്ചൊക്കെ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെ ഫുള്ള് കേൾക്കുന്നത് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, എന്താ ചെയ്യണ്ടേ? സോ ഇങ്ങനെ കുറെ സംശയങ്ങളാണ് റിപ്പീറ്റ് സെന്റൻസിലുള്ളത്. ആൻഡ് റിപ്പീറ്റ് സെന്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇറ്റ് ഈസ് important question in speaking module because repeat sentence is contributing marks towards speaking and listening. So if you want to boost your score in listening, repeat sentence must ആണ്. നമുക്ക് ഇത് ഒരു ഇതിലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. And again 10 to 12 repeat sentences ഉണ്ട്. And there is no template അങ്ങനെ ഒരു കാര്യമില്ല. So we have to practice as much as repeat sentences. So practice എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? So നിങ്ങൾക്ക് repeat sentence കിട്ടുന്നില്ലെങ്കിൽ the first thing is your listening ability will be less. So അതുകൊണ്ടാണ് so what you can do like half an hour ഒരു ദിവസം ഒരു half an hour എടുത്തിട്ട് ഒരു ലിസണിംഗിൽ നമുക്ക് സ്കില്ല് കൂട്ടാൻ വേണ്ടി വാച്ച് വീഡിയോസ്, ഏത് വീഡിയോസ് ആണ് പോഡ്കാസ്റ്റ് ഓർ ലിസൺ ടു ടെഡ് ടോക്സ്, അങ്ങനത്തെ നമ്മൾ വെൻ വി റെഗുലർലി ലിസൺ ടു സച്ച് വീഡിയോസ് വി വിൽ ബി ഏബിൾ ടു നമുക്ക് ആ ഒരു മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്താണ് അവർ സംസാരിക്കുന്നത്, അതുള്ള നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ആൻഡ് ഇറ്റ്സ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു ദ റിപ്പീറ്റ് സെന്റൻസ്. ബിക്കോസ് മനസ്സിലാകാത്ത കൊണ്ടാണ് നമുക്ക് റിപ്പീറ്റ് സെന്റൻസ് ചെയ്യാൻ പറ്റാത്തത്. സോ മനസ്സിലാക്കണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, സോ റെഗുലർലി വാച്ച് വീഡിയോസ്. സോ ഇംഗ്ലീഷ് ഡിഫറെന്റ് ആക്സെന്റ് അങ്ങനെ കേൾക്കുവാണെങ്കിൽ നമുക്ക് അത് എക്സാമിന് ഒരു പ്രാക്ടീസ് ആവും. സോ ഡിഫറെന്റ് സ്പീക്കേഴ്സിന്റെ വീഡിയോസ് കേൾക്കുക, they be sharing their experience. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. Daily spend half an hour for hearing those videos. അങ്ങനെ when you regularly do this, you can improve your listening skill. Thereby, you will feel easy to do this repeat sentence. So repeat sentence പറയുമ്പോഴത്തേക്കും you will be hearing a sentence, ആ സെന്റൻസ് കേൾക്കുക, and then what you have to do, നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. സോ ഈ റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും കൂട്ടത്തിൽ തന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഇതേപോലെ റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ കേൾക്കുന്നു, അത് പറയുന്നു, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നമ്മളത് കേൾക്കുന്നു, അവിടെ ടൈപ്പ് ചെയ്യുന്നു. So simultaneously you are practicing two important questions in your PTE. So repeat sentence ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? So first of all, നമ്മൾ റിപ്പീറ്റ് സെന്റൻസ് ആദ്യം കേൾക്കുമ്പോൾ ആദ്യം കുറച്ച് ഒരു 10 റിപ്പീറ്റ് സെന്റൻസ് ഒക്കെ നമുക്ക് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാണുമല്ലോ, പ്രാക്ടീസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ട്രാൻസ്ക്രിപ്റ്റ് കാണും. ആ ട്രാൻസ്ക്രിപ്റ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് കുറച്ച് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ ട്രാൻസ്ക്രിപ്റ്റിൽ നമുക്ക് ആ ഓഡിയോയിൽ എന്താണോ പറയുന്നത് അതിൽ ട്രാൻസ്ക്രിപ്റ്റ് കാണും. ട്രാൻസ്ക്രിപ്റ്റ് വായിച്ച് നമുക്ക് അത് നോക്കി തന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളൊരു 10-15 അങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കി റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇന്ന വേർഡ്സ് ആണ് പറയുന്നത്, നമുക്ക് അതൊരു ഫെമിലിയാരിറ്റി, അതായത് ഒരു ഫെമിലിയർ ആവും. നമുക്ക് ഈ വേർഡ് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇന്ന വേർഡ് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, നമ്മൾ വിൽ ബി യൂസ് ടു. സോ അങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് കണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിപ്പീറ്റ് സെന്റൻസ് ഈസി ആയിരിക്കും. വൺസ് ആ ട്രാൻസ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ എനിക്ക് ഇപ്പം കുറച്ച് വേർഡ്സ് അക്കാഡമിക് വേർഡ്സ് ഒക്കെ മനസ്സിലായി, എനിക്ക് ഈ വേർഡ്സ് ഒക്കെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുമെങ്കിൽ, സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുക, അത് വെച്ച് നമ്മൾ അത് കേൾക്കുക ആൻഡ് ട്രൈ ടു റിപ്പീറ്റ്. നമ്മൾ റിപ്പീറ്റ് സെന്റൻസിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ 5 ഫോർ ഫ്ലുവൻസി, 5 ഫോർ പ്രൊനൗൺസിയേഷൻ, 3 ഫോർ കോണ്ടന്റ്. അപ്പൊ ഈ 3 കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വേർഡ്സും ആ പ്രോംപ്റ്റിൽ കൊടുത്തേക്കുന്ന പറയുന്ന എല്ലാ വേർഡ്സും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ you get 3. ആൻഡ് നമുക്ക് ബിലോ ദാറ്റ്, അതായത് 2 മാർക്സ് എന്തിനാ കിട്ടുന്നത് വെച്ചാൽ ബിലോ, അതിനും താഴെ ഇപ്പൊ ഒരു 10 വേർഡ്സ് ഉണ്ട്, അതിലൊരു 5 വേർഡ്സ് പറയുവാണെങ്കിൽ you will get again 2 marks of the content. അതിലും ബിലോ 50% എന്ന് പറയുമ്പോഴാണ് 1, ഒന്നും പറയാതെ വരുമ്പോഴാണ് 0 വരുന്നത്. സോ കോണ്ടന്റിന് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫുൾ കോണ്ടന്റ് പറയാൻ ശ്രമിക്കേണ്ട. ബിക്കോസ് നമുക്ക് ഓർത്ത് വെച്ച് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ലെങ്തി സെന്റൻസ് ഒക്കെ വരുമ്പോൾ ഒരു 12, 13, 15 സെന്റൻസ് വരും.
will not able to remember those 15 words, and it is very difficult for us to repeat that. So what you have to do, അതിൽ ഒരു 6-7 words നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അത് കറക്റ്റ് സീക്വൻസിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ it is well and good that you can score more marks in your repeat sentence. Okay, and ഇതിൽ ടിപ്സ് ട്രിക്സ് ഒക്കെ ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുള്ളത് and they will write down those, അതായത് കേൾക്കുന്ന വേർഡ്സ് നമ്മളിപ്പം ഓരോ റിപ്പീറ്റ് സെന്റൻസ് ഇപ്പൊ 10 വേർഡ്സ് ഉണ്ടെങ്കിൽ ആ 10 വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതി വെക്കും. The file should be submitted today എന്നാണെങ്കിൽ ടി എഴുതും, എഫ് എഴുതി വെക്കും, എസ് എഴുതി വെക്കും. അവർക്ക് പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കേ അത് ബുദ്ധിമുട്ടുള്ളൂ. നമ്മുടെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് ഫസ്റ്റ് ലെറ്റർ എഴുതാമെങ്കിൽ അത്രയും ലെറ്റേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ബട്ട് ദെൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, ഓഡിയോ തീർന്ന ഉടനെ നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. സോ ഓഡിയോ നമ്മൾ ഫിനിഷ് ആയതുകൊണ്ട് അവിടെ ഡ്യൂറേഷൻ ടൈം ഇല്ല, ഡീപ്പ് കേൾക്കത്തില്ല. ആസ് സൂൺ ആസ് ഓഡിയോ ഫിനിഷ് ആയപ്പോഴത്തേക്കും നമ്മൾ വി ഹാവ് ടു റിപ്പീറ്റ്. സോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓഡിയോ തീർന്ന ഉടനെ നമ്മൾ എഴുതുന്നത് നിർത്തിയിട്ട് എന്തൊക്കെയാണോ എഴുതിയേക്കുന്നത് അത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സിമ്പിൾ ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ FOR പകരം we can use നമ്മുടെ ഫോർ ഇടാം. സോ ആൻഡ് ഡോണ്ട്, കാണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രോസ് മാർക്ക് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ ആണ്. ഡോണ്ട്, കാണ്ട്, കാരണം അവരുടെ ഫുൾ എഴുതണ്ട. സോ നിങ്ങൾക്ക് തന്നെ കുറച്ച് സിമ്പിൾസ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഫുൾ അല്ല, ഒരു ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വിൽ ബി ഗുഡ്. ബട്ട് ദെൻ നമ്മൾ ഓഡിയോ ശ്രദ്ധിച്ചോണം, കാരണം ഓഡിയോ സ്റ്റാർട്ട് ആയിട്ട് 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് നോട്ട് ഗെറ്റ് റെക്കോർഡഡ്. സോ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യാം. എന്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞത്, സോ ചിലർക്ക് അതായത് ഫസ്റ്റ് കുറച്ച് വേർഡ്സ് കിട്ടും ആൻഡ് ലാസ്റ്റ് വരുന്ന വേർഡ്സ് ആണ് കിട്ടാത്തത്. സോ അവർക്കുള്ളതാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ ആ ഫസ്റ്റ് 6 വേർഡ്സ് വരെ കേൾക്കുക, ബാക്കി വേർഡ്സിന് കേൾക്കാത്ത രീതിയിൽ സൗണ്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ വോളിയൂമിന് ഫുള്ള് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് 6 വേർഡ്സ് മാത്രമേ കേൾക്കുള്ളൂ, ബാക്കി വേർഡ്സ് കേൾക്കത്തില്ല. സോ കേൾക്കുന്ന ഫസ്റ്റ് 6 വേർഡ്സിനെ നമ്മൾ പറയാൻ ശ്രമിക്കും, കാരണം ബാക്കി വേർഡ്സ് നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഇത് നമുക്ക് പറ്റുന്നത് നമ്മൾ എല്ലാ വേർഡ്സും കേൾക്കും, നമ്മൾ സെന്റൻസിലെ എല്ലാ വേർഡ്സും കേൾക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം വരുന്നത്. സോ അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത്, അതായത് ഫസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 4, ഫസ്റ്റ് ഒരു 6 വേർഡ്സ് കേൾക്കുന്ന രീതിയിൽ നമ്മളിത് കേട്ടിട്ട് ബാക്കി വരുന്ന വേർഡ്സിനെ നമ്മൾ അവിടെ വോളിയം കുറച്ച് വെച്ചിട്ട് കേൾക്കുന്ന നമ്മൾ കേട്ട വേർഡ്സിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അതായത് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാനും പറ്റും, നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആണ് കേട്ടത് നമുക്ക് ആ ഒരു ഇത് കിട്ടും, ആൻഡ് വി വിൽ ബി ഏബിൾ ടു റിപ്പീറ്റ് ദാറ്റ്, അത്രയും വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ഐ എം ജസ്റ്റ് ഗോണ ഷെയർ മൈ സ്ക്രീൻ ടു ഷോ യു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. So I'm just going to play this audio. For first method ആയ നമുക്ക് ഫസ്റ്റ് ലെറ്റർ, അതായത് ഓരോ കേൾക്കുന്ന ഫസ്റ്റ് ഒരു സെന്റൻസിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതി വെച്ചിട്ട് like I'll do. Think if you want to try, yes, you can try from your side. Companies are aiming to earn money, not to change society. Companies are aiming to earn money and not for the society. See, I have repeated എല്ലാ വേർഡ്സും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ദെൻ അതിൽ കുറച്ച് വേർഡ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്തു. ബട്ട് ദെൻ കോണ്ടന്റ് ആയിപ്പോൾ ഫുൾ മാർക്സ്, കാരണം നമ്മൾ പറയുന്ന പോലെ 5 to 6 വേർഡ്സ് മതി, എല്ലാ വേർഡ്സും കേൾക്കണ്ട. ഫസ്റ്റ് കേൾക്കുന്ന ആ സീക്വൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്, Companies are aiming to earn money and not for the society. അതിലെ ബാക്കി കമ്പനീസ് ആർ എയിമിംഗ് ടു ഏൺ മണി, അത്രയും നമ്മൾ 1 2 3 4 5 ആ കറക്റ്റ് സീക്വൻസിൽ കേട്ടതിനെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് ലൈക്ക് 13 നമ്മൾ 11 കിട്ടിയിട്ടുണ്ട്. സോ കോണ്ടന്റ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് കോണ്ടന്റ് നമ്മൾ ഫുള്ള് ശ്രദ്ധിക്കാൻ നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ അവിടെ ഒരു 3 മാർക്ക് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ അതിൽ 80% പറഞ്ഞു കൊടുത്താൽ തന്നെ 3 മാർക്ക് കിട്ടും. അഗൈൻ അതിൽ കുറയുമ്പോഴാണ് 2 മാർക്ക്. 50% താഴെ പറയുമ്പോഴും നമുക്ക് 1 മാർക്ക് കിട്ടുന്നുള്ളൂ. സോ ലൈക്ക് എല്ലാവരും കോണ്ടന്റിന്റെ പുറകെ പോയി അത് ഫസ്റ്റും കേട്ടിട്ട് അത് നമ്മൾ ഫസ്റ്റ് കേട്ട് നമ്മൾ ചിലർ എഴുതുമ്പോൾ ബാക്കി കൂടി കേൾക്കാൻ പോകുമ്പോൾ അതും ഓർമ്മ കാണത്തില്ല, ഇതും ഓർമ്മ കാണത്തില്ല. സോ അങ്ങനെ ഓൾ ടുഗെദർ എന്താവും, നമുക്കൊരു നമ്മൾ ടെൻഷൻ ആവും, നമ്മൾ ഒന്നും പറയാത്ത രീതിയിൽ ഫസ്റ്റ് വേർഡ് കമ്പനീസ്
പിന്നെ എന്താണെന്ന് അറിയത്തില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, നമുക്ക് ഇങ്ങനെ യു ക്യാൻ റൈറ്റ് ദിസ്. നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന പോലെ CRATEMS. സോ എനിക്ക് ഇങ്ങനെ ലൈക്ക് വേർഡ്സ്, അതായത് ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതാൻ പറ്റുമെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ഫസ്റ്റ് ലെറ്റേഴ്സ് CA. അപ്പൊ എനിക്കത് അറിയാൻ പറ്റും. കമ്പനീസ് ആർ aiming to earn money and society ഞാൻ കേട്ടുള്ളൂ, ആൻഡ് സൊസൈറ്റി ഞാൻ ഇട്ടതേ ഉള്ളൂ. ആൻഡ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കി നിർത്തണം. അതുകൊണ്ടാണ് നമുക്ക് അത്രയും മാർക്ക് കിട്ടുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തുവാണെങ്കിൽ ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗിവ് യു മാർക്സ്. സോ എപ്പം ഏത് നമ്മളിപ്പം ഇഫ് യു വോണ്ട് ടു ആഡ് എനി, നമുക്കൊരു ഫില്ലേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ യെസ് യു ക്യാൻ ആഡ് ഫില്ലേഴ്സ്, ബട്ട് നമ്മൾ കോണ്ടന്റിന് മാർക്ക് കുറയാതെ തന്നെ നമുക്ക് കിട്ടും. അഗൈൻ we'll try one more question. So just try to write down the first letter. At first it's difficult for you. First നമുക്ക് ചെയ്യുമ്പോൾ difficult ആണ്. But then when you practice, നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും we will get, അതായത് ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതാൻ നമ്മൾ പഠിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ റിപ്പീറ്റ് സെന്റൻസസ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. The internet provides unusual opportunities for students and current events. The internet provides unusual opportunities for students and events. So, നമുക്ക് we have told കേൾക്കുവാണെങ്കിൽ The internet provides unusual opportunities for students and events. ഇതിനകത്ത് നമ്മൾ കറന്റ് അത് മാത്രമേ ഉള്ളൂ നമ്മൾ മിസ് ഔട്ട് ചെയ്ത. ബട്ട് ബാക്കി എല്ലാ വേർഡ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ലെറ്റേഴ്സ്, ദി ഇന്റർനെറ്റ് പ്രൊവൈഡ്സ് unusual opportunities for students and events. അങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ it will be very easy. See, these are നമ്മളിപ്പം 2 questions we have done by writing the first letters. നിങ്ങൾ അങ്ങനെ എഴുതുവാണെങ്കിൽ it will be easy for you to do the repeat sentence. So the next way എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ the next way is like നമ്മൾ ഫസ്റ്റ്, അതായത് കേൾക്കുന്ന ആ ഫസ്റ്റ് വേർഡ്, അതായത് 6 വേർഡ്സിനെ മാത്രം കേൾക്കുക, ബാക്കി വരുന്നതിന് സൗണ്ട് കുറച്ച് വെക്കുക. സോ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും യു വിൽ ഹിയർ ദി ഫസ്റ്റ് 6 വേർഡ്സ്, ബട്ട് ദെൻ ബാക്കി വേർഡ്സ് നമ്മൾ കേൾക്കാത്തത് കൊണ്ട് കേട്ട ഫസ്റ്റ് 6 വേർഡ്സിനെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് വിൽ ട്രൈ ടു റിപ്പീറ്റ്. സോ ദിസ് വേ ഓൾസോ വി ക്യാൻ ട്രൈ. We need to read the first 5 chapters to prepare for next week's tutorial. We need to prepare for the first week tutorial. Again, see, നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് We need to prepare for the first week tutorial. So see, again 11.7 ആണ്. Like contents-ന് half mark പോയിട്ടുള്ളൂ. But then I have repeated എത്രക്ക് words ആണ്? We need to prepare for the first week tutorial. Confident ആയിട്ട് നമ്മൾ പകുതി We need to പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ 1 മാർക്ക് കിട്ടും. സോ എല്ലാ വേർഡ്സ് എനിക്ക് കിട്ടിയില്ല. സോ ആ ടെൻഷന് നമ്മൾ പകുതി പറയാതിരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ സ്കോർ കുറയുന്നത്. സോ കേൾക്കുന്ന വേർഡ്സ് നമ്മളിപ്പോൾ ഏതൊക്കെ വേർഡ്സ് ആണ് ഫസ്റ്റ് കളക്ട് കേട്ടേക്കുന്ന അത് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക. ചിലരുടെ വോയിസിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതായത് നമ്മൾ കോൺഫിഡന്റ് ആണോ അല്ലെങ്കിൽ, കാരണം നമ്മളിപ്പോ പകുതിയാണ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പകുതി കേട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫും പറയാതെ സെക്കൻഡ് ഹാഫും പറയാതെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. സോ അങ്ങനെ ഒന്നും ചെയ്യാതെ കേൾക്കാൻ എന്തൊക്കെയാണോ കേട്ടിട്ടുള്ളത് അതിനെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ സെന്റൻസിനെ പറയാൻ ശ്രമിക്കുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് സെന്റൻസ് നമുക്ക് നോർമലി അത്യാവശ്യം, ഇപ്പൊ ഒരു ലെങ്തി സെന്റൻസ് ആണെന്ന് പറഞ്ഞാലും ലെങ്തി സെന്റൻസ് നമ്മളൊരു 5-6 വേർഡ്, അപ്പൊ അവിടെ ഒരു 12 വേർഡ്സ് ഉള്ള സെന്റൻസ് നമ്മൾ 5 to 6 വേർഡ്സ് നോർമലി കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്ന സ്കോർ, നമുക്ക് ആവശ്യമുള്ള സ്കോർ നമുക്ക് ആ ടൈമിൽ കിട്ടും. അപ്പൊ അത് നമ്മൾ ശ്രമിക്കുന്നത് ആ 12 വേർഡ്സും കേട്ടിട്ട് 12 വേർഡ്സും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അവിടെ we'll start to fumble, we'll start to hesitate. സോ ആ രീതിയിൽ നമ്മൾ ചെയ്യണ്ട. സോ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഓഡിയോ കേൾക്കുക, ഓഡിയോയില്
ഫസ്റ്റ് ഹാഫ് മാത്രം കേൾക്കുക, പകുതി കേൾക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് മാത്രം കേൾക്കുക, പകുതി കേൾക്കരുത്. ഫസ്റ്റ് ഹാഫ് ഒരു 5 to 6 മാത്രം കേൾക്കുക ആൻഡ് ബാക്കി കേൾക്കാതെ ആ കേട്ടതിനെ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമ്മളിപ്പോ ഒരു 12 വേർഡ്സ് ആണ് പറയുന്നെങ്കിൽ അതിൽ നമ്മൾ ഫസ്റ്റ് 6 വേർഡ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക. 7th വേർഡ് ഒന്നും നമ്മൾ കേൾക്കാൻ പോകരുത്. ആ കേൾക്കാതെ നമ്മൾ ഈ ഫസ്റ്റ് 5-6 വേർഡ്സിനെ തന്നെ നമ്മളത് കേട്ടിട്ട് when we start to repeat നമ്മളത് കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ 6 വേർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന ഒരു കോൺഫിഡൻസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം സീക്വൻസിലായിരിക്കും നമ്മളത് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വേർഡ്സ്, അതായത് 6 വേർഡ്സിനും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ make sure you need to, it's the time to develop your listening skills. So listening skill improve ചെയ്യാനുള്ള ടൈമാണ്. സോ സ്പെൻഡ് ടൈം നമ്മൾ കുറച്ച് നോർമലി ടീച്ച് ചെയ്യുന്നത് നോർമലി പ്രാക്ടീസ് ആണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളമാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. സോ കുറച്ച് എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കണം. സോ ലിസണിങ് കിട്ടുന്നില്ല, ഇതിൽ ഇപ്പൊ 5-6 വേർഡ്സ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, 5-6 വേർഡ്സ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു നീഡ് ടു ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽസ് ഓരോ വേർഡ്. അപ്പൊ നേരത്തെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുക, ട്രാൻസ്ക്രിപ്റ്റ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുക, ട്രാൻസ്ക്രിപ്റ്റ് നോക്കുക, റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ഫുൾ കോണ്ടന്റിന്റെ പുറകെ പോകണ്ട. അതിൽ നിങ്ങൾ ഇപ്പൊ 10 വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ 5 to 6 വേർഡ്സ് മാത്രം നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് പറയാൻ പറ്റുമെങ്കിൽ you will get marks for repeat sentences. So try these methods for doing the repeat sentences. നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്ലൈ ദിസ്. ഏതൊക്കെയാണ്? ട്രൈ റൈറ്റിംഗ് ദി ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ്. അല്ലെങ്കിൽ ഓഡിയോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് പകുതി കേൾക്കുന്ന ഓഡിയോ അല്ല, പകുതി ഓഡിയോ മാത്രം കേൾക്കുക. കളക്ട് ഫസ്റ്റ് 6 വേർഡ്സ്, ട്രൈ ടു റിപ്പീറ്റ്. അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ യു ക്യാൻ യൂസ് യുവർ ഓൺ സിമ്പിൾസ്. അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെയിലി റിപ്പീറ്റ് സെന്റൻസ് പാടായിട്ടുള്ള ഒരു ഡെയിലി അറ്റ്ലീസ്റ്റ് 25 റിപ്പീറ്റ് സെന്റൻസിലും നമ്മൾ ഡെയിലി റൊട്ടീൻ ആയിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ട് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഒരു റിപ്പീറ്റ് സെന്റൻസ് ചെയ്തു, ആ റിപ്പീറ്റ് സെന്റൻസിൽ ഏതൊക്കെ വേർഡ്സ് ആണ് കേൾക്കാതെ പോയത് അത് ട്രാൻസ്ക്രിപ്റ്റ് നോക്കുക, റെഫർ ചെയ്യുക, പഠിക്കുക. ചിലപ്പോൾ ആ ഒരു വേർഡ് ആയിരിക്കും നമുക്ക് അടുത്ത വേറെ റിപ്പീറ്റ് സെന്റൻസിൽ കിട്ടുന്നത്. ആ ടൈമിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്താലും അതൊരു റിപ്പീറ്റ് സെന്റൻസ് ആയാലും റീഡ് അല്ലാതായാലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളത് ഫുൾ മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൽ എവിടെയാണ് നമുക്ക് മാർക്ക് കുറയുന്നത് അതിനെ നമ്മൾ നോക്കുക ആൻഡ് അതിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക, റെക്ടിഫൈ ചെയ്യുക, എന്നിട്ടേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാവൂ. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കാണത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ മിസ്റ്റേക്സ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനും ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും അടുത്ത ക്വസ്റ്റ്യനും ഇപ്പോൾ ഒരു 10 ആണ് 13 കിട്ടുന്നെങ്കിൽ അടുത്ത ഒരു 11 ആക്കണമെങ്കിൽ ആ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലെ ഏതൊക്കെയാണ് മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് എഴുതി വെക്കാം. ഇങ്ങനെ വേർഡ്സ് ആണ് മിസ് ഔട്ട് ചെയ്തത്, അതിനെ നമ്മൾ പറഞ്ഞു നോക്കാം ആൻഡ് അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് വേണം സെക്കൻഡ്. ഞാൻ ചിലർ കണ്ടിട്ടുണ്ട് ചുമ്മാ ജമ്പ് ചെയ്ത് അപ്പുറത്തെല്ലാം കുറേ ഒരു 25 ക്വസ്റ്റ്യൻസ് ചെയ്ത്, പക്ഷെ 25 ക്വസ്റ്റ്യൻസും സെയിം മാർക്ക് തന്നെ കിട്ടുന്നത്. ബിക്കോസ് അത് അവർ എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാവോ. സോ ഇങ്ങനെയാണ് റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. Like hope ഇത് നിങ്ങൾക്ക് യു ഫൈൻഡ് ഇറ്റ് വെരി യൂസ്ഫുൾ ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുറച്ച് എഫേർട്ട് ഇടണമെന്നേ ഉള്ളൂ. So we have to do your repeat sentences and I'll be doing another, അതായത് ഇതുപോലെ വേറെ എന്തെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ I'll be also doing the video on those questions. So I hope this video was very helpful to you and thank you so much for supporting and see you in the next video. Till then, thank you.